ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലുള്ള ലുലു മോളിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതാണ് ലുലു മോളിൻ്റെ എൻട്രി. അപ്പോൾ നമുക്ക് ബാക്കി ഉള്ളിൽ ചെന്നിട്ട് കാണാം. ഇപ്പോൾ ലുലു മോളിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. നമുക്ക് നടക്കാനായിട്ട് ഫുട്പാത്ത് പോലെ ഉണ്ട്, പിന്നെ റോഡിൽ കൂടെ വണ്ടികളും പോകുന്നുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ലുലു മോളിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പോയിട്ട് കാണാം. അപ്പോൾ ഈ ലുലു മോളാണ് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് മോളാണ്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തും ലുലു മോളിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള എല്ലാവരും ലുലു മോളിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് മോളെന്ന് പറയുന്നത് കൊച്ചിയിലുള്ള ലുലു മോളാണ്. പിന്നെ എൻ്റെ ഈ ലുലു മോളിൻ്റെ വീഡിയോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ കവിതയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലുലു മോളിൻ്റെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാണാം. ലുലു മോളിലോട്ട് പോകുമ്പോൾ 2 എൻട്രൻസ് ആണുള്ളത്. ഇത് എൻട്രൻസ് നമ്പർ 1 ആണ്. നമുക്ക് ഇതുവഴിയും ലുലു മോളിൻ്റെ ഉള്ളിലോട്ട് കയറാം, അല്ലാതെ എൻട്രൻസ് നമ്പർ 2 ഉണ്ട്. അങ്ങനെ 2 എൻട്രൻസ് ആണ് ഉള്ളത്. ഇതാണ് എൻട്രൻസ് നമ്പർ 2. ഞാൻ ഇതുവഴിയാണ് ലുലു മോളിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഉള്ളിൽ ചെന്നിട്ട് കാണാം. ഇതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്. നമ്മൾ കയറുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്.
അടുത്ത് ഞാൻ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാണ്. ഇതിനു മുന്നേ കണ്ടതെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളായിരുന്നു. ഇനി അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അടുത്തത് ഞാനിനി സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവാണ്. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. അടുത്ത് ഞാനിനി പോകുന്നത് തേർഡ് ഫ്ലോറിലോട്ടാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. തേർഡ് ഫ്ലോറിലാണ് ഫുഡ് കോർട്ടും ഗെയിമിൻ്റെ സോണും ഒക്കെ വരുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഗെയിമിൻ്റെ സോണും അതുപോലെ റൈറ്റ് സൈഡിൽ ഫുഡ് കോർട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നതെല്ലാം ഫുഡ് കോർട്ടിലുള്ള ഓരോരോ റെസ്റ്റോറൻറ്റ്സ് ആണ്. ബർഗർ കിങ് അങ്ങനെ കുറേ ഉണ്ട്. അതായത് ബർഗർ കിങ്, പിസ്സ ഹട്ട്, അങ്ങനെ SFC പ്ലസ്, അങ്ങനെ കുറേ ഉണ്ട്. ഇഷ്ടംപോലെ ഫുഡ് കോർട്ടിൽ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡിലാണ് ഗെയിമിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റർടൈൻമെൻറ്റ് ഏരിയ. ഗെയിം സോണാണ്. കിഡ്സിന് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഗെയിം കളിക്കാവുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ് വരുന്നത്. ഇത് തേർഡ് ഫ്ലോറിലാണ്. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പല റൈഡ്സ് ആണ്. അതായത് ഇത് ഗെയിം സോണിലാണ്. പല റൈഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. കിഡ്സിന് സെപ്പറേറ്റും അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിന് സെപ്പറേറ്റും ആണ്. അപ്പോൾ ഈ ഒരു തേർഡ് ഫ്ലോറിലാണ് ഈ ഒരു ഗെയിം സോൺ ഏരിയ വരുന്നത്. സൈഡിൽ തന്നെ ഫുഡ് കോർട്ടും വരുന്നുണ്ട്.
മറ്റൊരു പ്രത്യേകതയാണ് ഐസ് സ്കേറ്റ് റിങ്. അപ്പോൾ നമുക്കിവിടെ വന്ന് സ്കേറ്റിംഗ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ വന്ന് ചെയ്യാവുന്നതാണ്. ഇന്നിപ്പോൾ ഇവിടെ 2 ആൾക്കാർ സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവർ സ്കേറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഗെയിം സോൺ ഏരിയയിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പലതരം ഗെയിംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഗെയിംസ് എല്ലാം കളിക്കാവുന്നതാണ്. ഞാൻ പോകുന്നത് ഫുഡ് കോർട്ടിലാണ്. ഫുഡ് കോർട്ടിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. SFC പ്ലസ് ഉണ്ട്, ദോശ കോർണർ ഉണ്ട്, അങ്ങനെ പലതരം വെറൈറ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് മൊമോസ് ആണ്. അപ്പോൾ നമുക്ക് മൊമോസിൻ്റെ ഷോപ്പിലോട്ട് പോവാം. അതിൻ്റെ ബാക്കി നമുക്ക് കാണാം. ഇന്ന് മൊമോസ് ട്രൈ ചെയ്യാൻ പോകുന്ന വാവ് മൊമോയിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഇതാണ് വാവ് മൊമോൻ്റെ മെനു. പല വെറൈറ്റീസ് ആയിട്ടുള്ള മൊമോസ് ഇവിടെ അവൈലബിൾ ആണ്. മോമോ മീൽസ് ഉണ്ട്, സൂപ്പർ മീൽസ് ഉണ്ട്, അങ്ങനെ കോംബോ മീൽസ് ഉണ്ട്, അങ്ങനെ പലതരം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഫ്രൈഡ് മൊമോ ആണ്. ഫ്രൈഡ് വെജ് മൊമോസ് ഇൻ സെഷ്വാൻ സോസ്. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ ബില്ല്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 212.75 ആണ്. അപ്പോൾ നമുക്കിനി മൊമോസ് വന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഫ്രൈഡ് വെജ് മൊമോസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രൈഡ് വെജ് മൊമോസ് ഇൻ സെഷ്വാൻ സോസ്. പിന്നെ ഞാൻ കൂടാതെ അതിൻ്റെ കൂടെ ഒരു ലൈം ജ്യൂസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനി ഞാൻ കഴിക്കുമ്പോൾ കാണിക്കാം.
4 വയസ്സാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫ്രൈഡ് മൊമോസ് ട്രൈ ചെയ്യുന്നത്. ഞാൻ സ്റ്റീംഡ് മൊമോസ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ്. നല്ല ടേസ്റ്റാണ്. ബട്ട് കുറച്ചധികം സ്പൈസിയാണ്. നല്ല എരിവുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കാരണം ആ സോസിൻ്റെയും പിന്നെ ആ ഫ്രൈഡ് മൊമോസും സ്റ്റീംഡ് മൊമോസ് പോലല്ല ഫ്രൈഡ് മൊമോസ് ടേസ്റ്റ് വേറൊരു രീതിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എന്നാലും നന്നായിട്ടുണ്ട്. പക്ഷേ നല്ല സ്പൈസിയാണ്. എനിക്ക് സ്പൈസി അത്ര ഇഷ്ടമല്ല. പക്ഷേ നല്ലതായിരുന്നു. ഇതാണ് ലുലുവിൻ്റെ ടോപ്പ് പോയിന്റിൽ നിന്നിട്ടുള്ള വ്യൂ ആണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ടോപ്പ് ആൻഡ് 3rd ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇതാണ് ടോപ്പിലുള്ള വ്യൂ. നല്ല ഭംഗിയാണ്. ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് ലുലുവിൻ്റെ ടോപ്പ്. ഞാനിപ്പോൾ ലുലുവിന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ബാക്കി തിരിച്ചിറങ്ങുമ്പോഴുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ലുലുവിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ്. ഇതാണ് ലുലുവിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസിനെ കാത്തിരിക്കുക.